പുഷ്പങ്ങൾ എപ്പോഴും നമ്മുടെ കണ്ണിന് കുളിർമ നൽകുന്ന ഒന്നാണ്. പല വർണ്ണങ്ങളിലും രൂപങ്ങളിലുമുള്ള പുഷ്പങ്ങൾ നമ്മുടെ ഉദ്യാനങ്ങളെ വളരെ മനോഹരമാക്കുന്നുണ്ടല്ലേ. അവയിൽ പലതും ഭക്ഷ്യയോഗ്യം കൂടിയാണ് എന്ന് പലർക്കും അറിയില്ല. നമ്മുടെ ഉദ്യാനങ്ങളിൽ വിടർന്നു കൊഴിഞ്ഞു പോകുന്ന റോസാപ്പൂവും ചെമ്പരത്തിപ്പൂവും തെച്ചിപ്പൂവും ഒക്കെ വളരെ ആരോഗ്യ ഗുണമുള്ള ഭക്ഷ്യവസ്തു കൂടിയാണ്. ഒരു പൈസ പോലും ചിലവില്ലാതെ നമുക്ക് ഈ പുഷ്പങ്ങൾ നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ കഴിയും. വളരെയധികം വൈറ്റമിൻസും മിനറൽസും ഒക്കെ അടങ്ങിയ ഈ പുഷ്പങ്ങൾ നമ്മുടെ ഉദ്യാനങ്ങളിൽ വിടർന്ന് കൊഴിഞ്ഞു പോകുന്നതേ ഉള്ളൂ. ഇവയിൽ പലതും സമൃദ്ധമായ ആൻറ്റി ഓക്സിഡൻസ് നിറഞ്ഞവയാണ്. അതുപോലെ ജീവിതശൈലി രോഗങ്ങൾക്കൊക്കെയും മറുമരുന്നായിട്ടുള്ള പല പുഷ്പങ്ങളും നമ്മുടെ ഉദ്യാനത്തിലുണ്ട്. വിഷാംശമടങ്ങിയ ചില പൂവുകളുണ്ട് എന്നുള്ളത് വാസ്തവമാണ്. എന്നാൽ ആരോഗ്യ ഗുണദായകങ്ങളായ ഒത്തിരി പുഷ്പങ്ങൾ നമ്മുടെ ചുറ്റുമുണ്ട്. ഭക്ഷണത്തിന് വർണ്ണഭംഗി നൽകുന്നതിനും ചില മരുന്നുകൾ നിർമ്മിക്കാനും അങ്ങനെയൊക്കെയുള്ള ചില ആവശ്യങ്ങൾ ഒഴിച്ചാൽ നമ്മൾ കേരളീയർ ഭക്ഷണത്തിന് വേണ്ടി പുഷ്പങ്ങൾ വളരെ ചുരുക്കമായി ഉപയോഗിക്കാറുള്ളൂ. വിപണിയിൽ ലഭിക്കുന്ന വിലയുള്ള ചില പുഷ്പങ്ങൾ നമ്മൾ വാങ്ങി ഉപയോഗിക്കാറുണ്ട്. എന്നാൽ നമ്മുടെ ചുറ്റുവട്ടത്ത് കാണുന്ന ആരോഗ്യദായകങ്ങളായ പല പുഷ്പങ്ങളും നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ കഴിയും. ഞാൻ ഇന്ന് നമ്മുടെ 5 ഇതൾ ചെമ്പരത്തിപ്പൂവ് കൊണ്ട് ഒരു രസം തയ്യാറാക്കുകയാണ്. അതിനുവേണ്ടി ഒരു പിടി ചെമ്പരത്തിപ്പൂവും മുട്ടുകളും ഞാൻ എടുത്തിട്ടുണ്ട്. ചെമ്പരത്തിപ്പൂവിൻ്റെ ഞെട്ട് കളഞ്ഞ് നുറുക്കിയെടുക്കണം. അതിനുശേഷം പാനടുപ്പിൽ വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച ശേഷം വറ്റൽമുളകും ചെറുതായിട്ടരിഞ്ഞ ചുവന്നുള്ളിയും കടുകും കൂടെ ചേർത്ത് മൂപ്പിക്കണം. മൂത്ത് വരുമ്പോൾ പച്ചമുളകും തക്കാളിയും നുറുക്കിയത് ചേർത്ത് കൊടുക്കണം. കൂട്ടുകാരെ, ഞാൻ നിങ്ങളെ രസം തയ്യാറാക്കാൻ പഠിപ്പിക്കുകയാണെന്ന് ചിന്തിക്കരുത്. പുഷ്പങ്ങൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ചില മാർഗ്ഗങ്ങൾ ഞാൻ പറഞ്ഞു തരുന്നേ ഉള്ളൂ. ഇനി ചതച്ച വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക. അത് കഴിഞ്ഞ ശേഷം കറിവേപ്പില ഇടാം. ഇവയൊക്കെ നന്നായി മൂത്ത് കഴിയുമ്പോൾ നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ഞാൻ ചേർക്കുന്നുണ്ട്. 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടി ചേർത്ത് കൊടുക്കുക. പൊടികളുടെ പച്ചച്ചുവ മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കുക. അതിനുശേഷം ഒരു ചെറുനാരങ്ങ വലിപ്പത്തിലുള്ള വാളൻ പുളി പിഴിഞ്ഞെടുത്തത് 2 കപ്പ് വെള്ളം കൂടി ചേർത്ത് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക. 1/2 ടീസ്പൂൺ കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി നമ്മൾ നേരത്തെ നുറുക്കി വെച്ചിരുന്ന ചെമ്പരത്തിപ്പൂ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം അല്പം അരികു തിളയ്ക്കുന്നതിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. ഈ സമയത്ത് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോഴേക്കും ഈ ചെമ്പരത്തിപ്പൂവിൻ്റെ ചുവപ്പ് നിറമെല്ലാം ഈ രസത്തിലേക്ക് ചേർന്നോളും. ചെമ്പരത്തിപ്പൂ കംപ്ലീറ്റ് ഒരു അടഞ്ഞ നിറമായി മാറും. ഇനി മല്ലിയില ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ആഫ്രിക്കൻ മല്ലിയിലയാണ് ചേർക്കുന്നത്. നമ്മുടെ ചെമ്പരത്തി രസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ഇങ്ങനെ തന്നെ ചേർക്കണമെന്നില്ല. വഴറ്റുന്ന സമയത്ത് ചെമ്പരത്തിപ്പൂവും കൂടി ചേർത്ത് വഴറ്റിയാലും മതി. ഏത് വിധത്തിലെങ്കിലും നമ്മുടെ ഭക്ഷണത്തിൽ പുഷ്പങ്ങൾ ഉൾപ്പെടുത്തുക എന്നുള്ളതാണ് കാര്യം. നല്ല ചുവപ്പ് നിറത്തിലുള്ള രസം നമുക്ക് കിട്ടിയിട്ടുണ്ട്. നിങ്ങളും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കണം. അതോടൊപ്പം എൻ്റെ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരണം. ചാനൽ ഫോളോ ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ മറ്റൊരു പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം.